Good evening all. Next നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഫസ്റ്റ് വൺ പേറ്റൻറ്റ്. A patent is a grant of property rights by the government to an inventor. ഒരു പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്തെങ്കിലും കണ്ടുപിടിച്ച ഒരു ഇൻവെൻറ്റർക്ക് ഗ്രാൻറ്റ് ചെയ്യുന്ന ഒരു റൈറ്റിനെ നമ്മൾ പേറ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻവെൻറ്റർക്ക് എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിച്ച ആൾക്ക് എന്ത് ചെയ്യുക, ഗവൺമെൻറ് എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ പേറ്റൻ്റ് എന്ന് പറയുന്നത്. ഈ പേറ്റൻ്റ് നമുക്ക് എന്ത് ചെയ്യാം, അത് വിൽക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് വിൽക്കാം, അത് ട്രാൻസ്ഫർ ചെയ്യാനും ആ ലൈസൻസ് മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ പറ്റും. അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കണ്ടുപിടിച്ചതിനുള്ള ഒരു അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കുന്ന ഒരു റൈറ്റാണ്, അവർക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യുക, ആ ഒരു റൈറ്റ് നമ്മുടെ ഓണറാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ഐഡിയ നമ്മൾ കണ്ടുപിടിച്ചു, ആ ഒരു ഐഡിയ നമ്മൾ പ്രോഡക്റ്റ് ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് അതിനുള്ള റിസോഴ്സസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഐഡിയ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യുക, വിൽക്കുകയൊക്കെ ചെയ്യും. ആരുടെയും കയ്യിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള റിസോഴ്സസും അതിനുള്ള ഫെസിലിറ്റിയൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഐഡിയ നമ്മൾ പേറ്റൻ്റ് എന്ത് ചെയ്യും, നമ്മൾ വിൽക്കും. അതാണ് നമ്മൾ പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് ഒരു ഇൻവെൻറ്റർക്ക് ഗവൺമെൻറ് ഗ്രാൻറ്റ് ചെയ്യുന്ന ഒരു റൈറ്റാണ് പേറ്റൻ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ റൈറ്റ്സ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് എ ഷേപ്പ്, ഏതെങ്കിലും ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക, കോൺഫിഗറേഷൻ ഓർ കോമ്പോസിഷൻ ഓഫ് പാറ്റേൺ, ഒരു പാറ്റേണിൻ്റെ കോമ്പോസിഷൻ, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് പാറ്റേണിൻ്റെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ കളർ ഇൻ 3 dimension ഫോം കണ്ടെയ്നിങ് ഈസ്തറ്റിക് വാല്യൂ ഉള്ള ഒരു ഷേപ്പോ അല്ലെങ്കിൽ ഒരു കളർ കോമ്പിനേഷനോ ഇൻഡസ്ട്രിയലി അതിന് വാല്യൂ ഉണ്ടായിരിക്കും. അതിന് നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസൈൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതും ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ദെൻ മൂന്നാമത്തേതാണ് ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്ക് ഈസ് റെക്കഗ്നൈസബിൾ സൈൻ, ഡിസൈൻ ഓർ എക്സ്പ്രഷൻ വിച്ച് ഡിസ്റ്റിങ്വിഷസ് പ്രോഡക്ട്സ് ഓർ സർവീസസ് ഓഫ് എ പെർട്ടിക്കുലർ ട്രേഡർ ഫ്രം ദി സിമിലർ പ്രോഡക്ട്സ് ഓർ സർവീസസ് ഓഫ് അതർ ട്രേഡേഴ്സ്. അപ്പോൾ നമുക്കറിയാം ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ബ്രാൻഡ് മാർക്ക്, ഒരു പ്രോഡക്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സിമ്പൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ വേർഡ്സ്, അല്ലെങ്കിൽ സിമ്പിൾസ്, അല്ലെങ്കിൽ നെയിംസ്, പ്രോഡക്റ്റിൻ്റെ നെയിം, ഇതൊക്കെ നമ്മൾ ട്രേഡ് മാർക്കാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഈ ഒരു സിമ്പലോ പേരോ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരത് ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ. ട്രേഡ് മാർക്ക് എന്നാൽ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള സൈന്, ഡിസൈൻ ഓർ എക്സ്പ്രഷൻ വിച്ച് ഡിസ്റ്റിങ്വിഷസ് പ്രോഡക്ട്സ് ഓർ സർവീസസ് ഓഫ് എ പെർട്ടിക്കുലർ ട്രേഡർ ഫ്രം ദ സിമിലർ പ്രോഡക്ട്സ് ഓർ സർവീസസ് ഓഫ് അതർ ട്രേഡേഴ്സ്. നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സിമിലർ പ്രോഡക്ട്സും അതുപോലെ നമ്മുടെ പ്രോഡക്റ്റും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രേഡ് മാർക്ക്. ദെൻ ട്രേഡ് സീക്രട്സ്. ഒരു ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ അത് ഫോർമുല അല്ലെങ്കിൽ പ്രാക്ടീസ്, പ്രോസസ്, ഡിസൈൻ, instrument, pattern or information which is not generally known or reasonably ascertainable by which a business can obtain an economic advantage over competitors and customers. There is no formal government protection granted. Each business must make measures to guard its own trade secrets. ഇപ്പോൾ ട്രേഡ് സീക്രട്ട് ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിനും ട്രേഡ് സീക്രട്ടും ഉണ്ടാവും. ഇത് സാധാരണഗതിയിൽ നമ്മൾ ഗവൺമെൻറ് ഫോർമലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യില്ല, അത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അത് സേഫ് ഗാർഡ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ തന്നെ എടുക്കണം, നമ്മുടെ ട്രേഡ് സീക്രട്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, അതിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സ്, അതിൽ യൂസ് ചെയ്യുന്ന ഫോർമുല, അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ പാറ്റേൺ ഒക്കെ എന്ത് ചെയ്യുക, നമ്മളെന്ത് ചെയ്യണം, മറ്റുള്ളവരെ അറിയിക്കാതെ നമ്മൾ ട്രേഡ് സീക്രട്ടായിട്ട് തന്നെ വെക്കണം. അപ്പോൾ അതൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ദെൻ അടുത്തതാണ് കോപ്പി റൈറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ എബിലിറ്റി, ക്രിയേറ്റീവായിട്ടുള്ള എബിലിറ്റിക്ക് നമുക്ക് കിട്ടുന്ന ഒരു റൈറ്റാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോവലോ വേറെ എന്തെങ്കിലും ഫിലിംസ്, പോയംസ്, അല്ലെങ്കിൽ ഡ്രോയിങ്സ്, ഫോട്ടോഗ്രാഫ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പെയിൻറ്റിങ്സ്, ഫോട്ടോഗ്രാഫ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഓതർക്ക് കിട്ടുന്ന റൈറ്റാണ് കോപ്പി റൈറ്റ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്.
നെക്സ്റ്റ് വരുന്നത് നേച്ചർ ഓർ ഫീച്ചേഴ്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതൊന്ന് ഫസ്റ്റത്തെ പോയിന്റ് പറയണത് ടെറിട്ടോറിയൽ. ഇപ്പോൾ മറ്റുള്ള പ്രോപ്പർട്ടി പോലെയല്ല, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് പ്രത്യേകിച്ച് തന്നെ അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് പറഞ്ഞാൽ ടെറിട്ടോറിയൽ. നമ്മൾ ജിയോഗ്രഫിക്കൽ ബൗണ്ടറിയാണ് അതിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നത് ഷുഡ് ബി റിസോൾവ് ബൈ നാഷണൽ ലോസ്. അത് എന്താണ് നാഷണൽ ലോസ് കൊണ്ട് റിസോൾവ് ചെയ്യാൻ പറ്റണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വേറെ ഏതൊരു പ്രോപ്പർട്ടി ആണെങ്കിലും, ഇപ്പോൾ ഏതെങ്കിലും ഇമ്മോബിൾ പ്രോപ്പർട്ടിൻ്റെ ഓണർഷിപ്പ് ആണെങ്കിലും ഏതായാലും അതൊരു അവിടെ ഒരു ക്രോസ് ബോർഡേഴ്സിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീൻ്റെ കേസിൽ എന്താണ്, ഇറ്റ് ഈസ് കോമൺ. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫിലിം, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫിലിം അതെന്ത് ചെയ്യാം, മറ്റുള്ള കൺട്രീസിലും മറ്റുള്ളവർക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, ദ മാർക്കറ്റ് ഈസ് നോട്ട് ഓൺലി ദ ലോക്കൽ ബട്ട് ഓൾസോ ഇൻ്റർനാഷണൽ. അപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിൻ്റെ ഒരു ഫീച്ചറാണ് എന്താണ്, ഇറ്റ് ഈസ് ടെറിട്ടോറിയൽ. നമുക്കൊരു പ്രത്യേക ഒരു ഇതിലത് പിടിച്ചു വെക്കാൻ പറ്റില്ല. അതെന്ത് ചെയ്യും, ടെറിട്ടോറിയൽ, ആ ഔട്ട്സൈഡ് ബൗണ്ടറി കടന്നത് പോകും. അപ്പോൾ അതെന്താണ്, ഇറ്റ് ഷുഡ് ബി റിസോൾവ്ഡ് ബൈ നാഷണൽ ലോസ്. സെക്കൻഡ് വൺ ആണ് ഗിവിങ് ആൻ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ദ ഓണർ. ഗിവിങ് ആൻ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ദ ഓണർ. This means others who are not owners are prohibited from using the right. The creator or author of an intellectual property enjoys right inherent in his work. അപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ് റൈറ്റ് ഓണർക്കാണ്. ഓണേഴ്സ് അല്ലാത്ത ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത് ഗിവിങ് ആൻ എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ദ ഓണർ. ദെൻ നെക്സ്റ്റ് ആണ് and assignable. Since they are rights, they can obviously be assigned. എന്താണ്, ഒരു റൈറ്റാണ്, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അത് അസൈൻ ചെയ്യാൻ പറ്റും, ലൈസൻസ്ഡ് ആണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു പുട്ട് എ ഡൈക്കോട്ടോമി between intellectual property rights and the material object in which the work is embodied. നമ്മൾ പറഞ്ഞ അസൈനബിൾ. സിൻസ് ദേ ആർ റൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ ടു പുട്ട് എ ഡൈക്കോട്ടോമി ബിറ്റ്വീൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് ദ മെറ്റീരിയൽ ഓബ്ജക്ട്സ് ഇൻ വിച്ച് ദ വർക്ക് ഈസ് എംബഡീഡ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയും അതുപോലെ മെറ്റീരിയൽ ഓബ്ജക്റ്റും തമ്മിൽ ആ ഒരു രണ്ടും തമ്മിലുള്ള ആ ഒരു രണ്ടെണ്ണമായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ വർക്കിൽ നമുക്ക് എംബഡി ചെയ്യാൻ പറ്റും. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ക്യാൻ ബി ബോട്ട്, സോൾഡ് ഓർ ലൈസൻസ്ഡ് ഓർ ഹയർഡ് ഓർ അറ്റാച്ച്ഡ്. നമുക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്ക് വാങ്ങാനും വിൽക്കാനും അതുപോലെ തന്നെ ഹയർ ചെയ്യാനും അറ്റാച്ച് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ റൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് സബ്ജക്റ്റ് ടു പബ്ലിക് പോളിസി. ദേ ആർ വൾണറബിൾ ടു ദ ഡീപ്പ് എംബഡിമെൻറ്റ് ഓഫ് പബ്ലിക് പോളിസി. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അറ്റംപ്റ്റ്സ് ടു പ്രിസർവ് ആൻഡ് ഫൈൻഡ് adequate reconciliation between two competing interests. On the one hand, the intellectual property rights holders require adequate remuneration, and on the other hand, consumers try to consume works without much inconvenience. അപ്പോൾ നമ്മൾ ഒരു പബ്ലിക് പോളിസി, ഇറ്റ് സബ്ജക്റ്റ് ടു പബ്ലിക് പോളിസി. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അറ്റംപ്റ്റ്സ് ടു പ്രിസർവ് ആൻഡ് ഫൈൻഡ് adequate reconciliation between two competing interests. രണ്ട് കോമ്പീറ്റിംഗ് ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യുക, റീകൺസിൽ ചെയ്യുന്നു. എന്നുവെച്ചാൽ ഒരു ഭാഗത്ത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അതിൻ്റെ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക, adequate remuneration പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനും ദേ ട്രൈ ടു കൺസ്യൂം വർക്ക്സ് വിത്തൗട്ട് മച്ച് ഇൻകൺവീനിയൻസ്. വലിയൊരു ഇൻകൺവീനിയൻസ് ഒന്നും ഇല്ലാതെ ഈ വർക്ക് അവർക്ക് കൺസ്യൂമേഴ്സിന് കൺസ്യൂം ചെയ്യാനും പറ്റുന്നുണ്ട്. Then indivisible. Because of the nature of indivisibility, intellectual property is an inexhaustible resource. നമുക്ക് എന്താണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഇൻഡിവിസിബിൾ ആണ്. Intellectual property in inexhaustible resource. An unlimited number of people can consume an intellectual good without it being depleted. ഇപ്പോൾ ഒരു എന്ത് ചെയ്യണില്ല, എക്സ്ഹോസ്റ്റ് ചെയ്യണില്ല നമ്മുടെ ഒരു പ്രോപ്പർട്ടി. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക്, എത്ര ആളുകൾക്ക് അത് കൺസ്യൂം, ഇൻ്റലക്ച്വൽ ഗുഡ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും, അത് ഡിപ്ലീറ്റ് ചെയ്യുന്നില്ല, എക്സ്ഹോസ്റ്റ് ചെയ്യുന്നില്ല. The nature of intellectual property derives from intellectual property's territorial nature. അതുപോലെ തന്നെ ഇത് നമുക്ക് ടെറിട്ടോറിയൽ ബേസിൽ നമുക്ക് എന്ത്
ചെയ്യാം, ബോർഡറൊന്നുമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ആൻ ഇൻവെൻറ്റർ ഹൂ രജിസ്റ്റേർഡ് ഹിസ് ഇൻവെൻഷൻ ഇൻ എത്യോപ്യ ക്യാൻ യൂസ് ദ പേറ്റൻറ്റ് ഹിംസെൽഫ് എത്യോപ്യ ആൻഡ് ലൈസൻസ് ഇറ്റ് ഇൻ ജർമ്മനി ആൻഡ് അസൈൻ ഇറ്റ് ഇൻ ഫ്രാൻസ്. ഇതെന്ത് ചെയ്യാം, മറ്റുള്ള കൺട്രീസിനും നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ടെറിട്ടോറിയലാണ്, നമുക്ക് എന്തില്ല, ഒരു ബോർഡറൊന്നുമില്ല. അതേപോലെ തന്നെ ആ ഒരു ഓണർക്ക് തന്നെ അത് യൂസ് ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ട്. അത് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, വിൽക്കാനും വാങ്ങാനും ഒക്കെ നമുക്ക് പറ്റും. അതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മെറ്റീരിയൽ ഒബ്ജക്റ്റ് തമ്മിലുള്ള ഒരു വ്യത്യാസം. പിന്നെ പറയുന്നത് സബ്ജക്റ്റ് ടു പബ്ലിക് പോളിസി. നമുക്ക് അതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിൻ്റെ ഹോൾഡേഴ്സിന് നമുക്ക് ഇടയ്ക്ക് ഒരു റെമ്യൂണറേഷൻ കിട്ടുന്നു, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് വലിയ പ്രശ്നമൊന്നുമില്ല, അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. then ഇൻഡിവിസിബിൾ എന്നുള്ള ആ നേച്ചർ, അത് എന്താണ് പറയുന്നത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നാണ് ഇൻഎക്സോസ്റ്റിബിൾ ആണ്, നമുക്ക് അത് ഡിപ്ലീറ്റ് ചെയ്യില്ല. ആളുകൾ യൂസ് ചെയ്യും തോറും എന്ത് ചെയ്യണം, അത് ഡിപ്ലീറ്റ് ചെയ്യുന്ന ഒരു റിസോഴ്സ് അല്ല, റൈറ്റ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ.